ജീവിത വിജയം മൂന്നാം ഭാഗം. ഫാദർ ജോസ് പന്തപ്ലാം തൊട്ടിയിൽ. ജൂൺ 27. നമുക്ക് പ്രോഗ്രാം ചെയ്യാനാവാത്ത ദൈവം. ബെർണഡെറ്റ് മുട്ടുകുത്തി നിന്ന മണ്ണ്. പാവനമായ ആ മണ്ണിൽ പാദങ്ങൾ ഊന്നിയപ്പോൾ അയാളുടെ ഹൃദയം ത്രസിച്ചു. കണ്ണിൽ ആനന്ദബാഷ്പം നിറഞ്ഞു. കൈകൾ കൂപ്പി ആദരവോടെ അയാൾ ആ മുഖത്തേക്ക് നോക്കി. എന്തൊരു ദിവ്യ തേജസ്! എന്തൊരലൗകിക കാന്തി! ആ മുഖത്തിന്റെ കാന്തിപ്പൊലിമയിൽ അയാളുടെ കണ്ണും മനസ്സും ആമഗ്നമായി. പെട്ടെന്ന് സ്വർഗം തുറക്കപ്പെട്ടതായി അയാൾക്ക് തോന്നി. അനുഗ്രഹങ്ങളുടെ പുഷ്പവർഷം, ദിവ്യാനുഭൂതിയുടെ അനർഘ നിമിഷങ്ങൾ. ആനന്ദാതിരേകത്താൽ അയാൾ വീർപ്പുമുട്ടി. ദൈവസാന്നിധ്യം തന്നെ വലയം ചെയ്തിരിക്കുന്നതായി അയാൾക്ക് തോന്നി. അവിടുത്തെ ദിവ്യ സാന്നിധ്യത്തിൽ അയാൾ നിർവൃതി പൂണ്ടു. അലൗകികമായ അനുഭൂതി തേടിയായിരുന്നില്ല അയാൾ അന്ന് ലൂർദിലെത്തിയത്. കന്യകാമറിയം ബെനഡെറ്റിന് പ്രത്യക്ഷപ്പെട്ട സ്ഥലം കാണണം. അവിടെയുള്ള ഗ്രോട്ടോയും ബസിലിക്കയും സന്ദർശിക്കണം. അവിടെ അല്പനേരം പ്രാർത്ഥിക്കണം. ഇതൊക്കെയായിരുന്നു അയാളുടെ സന്ദർശന ലക്ഷ്യം. പക്ഷേ അപ്രതീക്ഷിതമായി അവിടെ വെച്ച് അയാൾക്ക് ദൈവാനുഭവമുണ്ടായി. ആ ദിവ്യാനുഭവം അയാളുടെ മനസ്സിൽ എന്നും തങ്ങി നിന്നു. അത് അയാളുടെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ലൂർദ് സന്ദർശിക്കുവാൻ അയാൾക്ക് അവസരം ലഭിച്ചു. ഇത്തവണ പഴയ സ്ഥലത്ത് നിന്ന് തന്നെ പ്രാർത്ഥിക്കുവാൻ അയാൾക്ക് തിടുക്കമായിരുന്നു. കൈകൾ കൂപ്പി പ്രതീക്ഷയോടെ അയാൾ ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. പണ്ട് തനിക്കുണ്ടായ ദൈവാനുഭൂതിയുടെ ആവർത്തനത്തിനായി അയാൾ കാത്തുനിന്നു. പക്ഷേ ഇത്തവണ സ്വർഗം തുറക്കപ്പെട്ടതായി അയാൾക്ക് തോന്നിയില്ല. അനുഗ്രഹങ്ങളുടെ പുഷ്പവൃഷ്ടിയും അയാൾക്ക് അനുഭവപ്പെട്ടില്ല. അയാൾ നിർവികാരനായി അവിടെ നിലകൊണ്ടു. അപൂർവമായിട്ടാണെങ്കിലും നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് ദൈവാനുഭവം ഉണ്ടാകാറുണ്ട്. ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതായി ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നാറില്ലേ? പ്രാർത്ഥനയുടെ ഏകാന്ത നിമിഷങ്ങളിൽ നമുക്ക് അവിടുത്തെ ദിവ്യ സാന്നിധ്യം അനുഭവവേദ്യമാകാറുണ്ട്. അതുപോലെ നേർച്ച കാഴ്ചകളുമായി നാം അവിടുത്തെ പാദാന്തികത്തിലെത്തുമ്പോൾ നമുക്ക് ദൈവാനുഭവം ഉണ്ടാകാം. ചിലപ്പോൾ അശരണർക്ക് സഹായഹസ്തം നീട്ടുമ്പോഴാകാം നമുക്ക് അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഏറെ അനുഭവപ്പെടുക. ശത്രുവിനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോഴും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും നമുക്ക് ദൈവാനുഭൂതി ഉണ്ടാകാം. പക്ഷേ ദൈവത്തെ ഒരിക്കലും നമ്മുടെ ചട്ടക്കൂട്ടിൽ നിർത്താനാവില്ലെന്നതാണ് സത്യം. നമുക്ക് ലഭിക്കുന്ന ദൈവാനുഭവം അവിടുത്തെ ദിവ്യദാനമാണ്. ദൈവത്തിൻ്റെ ഈ അമൂല്യദാനം സ്വീകരിക്കുന്നതിന് സ്വയം ഒരുങ്ങുന്നതിലേറെ മറ്റൊന്നും നമുക്ക് ചെയ്യാനാവില്ല. നേർച്ചക്കാഴ്ചകൾ ആവർത്തിച്ചതുകൊണ്ടോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതുകൊണ്ടോ മാത്രം അവിടുത്തെ ദിവ്യാനുഭവം നമുക്ക് ലഭിക്കില്ല. ആചാരക്രമങ്ങളിലൂടെയും അനുഷ്ഠാനവിധികളിലൂടെയും ദൈവത്തെ മെരുക്കിയെടുക്കാമെന്ന് നാം വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നാം ഭോഷന്മാർ തന്നെ. അവിടുത്തെ വഴികൾ എന്നും അജ്ഞാതങ്ങളാണ്. എന്നാൽ അനുഭൂതികളുടെ ആവർത്തനത്തിന് പിന്നാലെ പോകാതെ ദൈവത്തിൻ്റെ പാദാന്തികത്തിൽ നമ്മെ സമർപ്പിക്കാനായാൽ നാം വിജയിച്ചു. ദൈവാനുഭവം എന്നെന്നും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്നത് ശരി തന്നെ. എന്നാൽ നമ്മുടെ ശ്രദ്ധ അനുഭൂതികളുടെ സ്വർഗീയ നിമിഷങ്ങളിൽ മാത്രമാകരുത്. അനിർവചനീയമായ ആനന്ദത്തിൽ നമ്മെ ആമഗ്നരാക്കുവാൻ കഴിയുന്ന അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റുന്നതിലായിരിക്കട്ടെ നമ്മുടെ ചിന്തയും ശ്രദ്ധയും. കാർലോസ് വാലസ് എന്ന ഗ്രന്ഥകാരനാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവാനുഭവം തേടി രണ്ടാം തവണ ലൂർദിലെത്തിയ ആ കഥാപാത്രം പുതിയൊരു ഉൾക്കാഴ്ചയോടെയാണ് അവിടെ നിന്ന് മടങ്ങിപ്പോയതെന്ന് വാലസ് പറയുന്നു. എന്തായിരുന്നു അയാളുടെ ഉൾക്കാഴ്ച? കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ ദൈവത്തെ നമുക്ക് പ്രോഗ്രാം ചെയ്യാനാവില്ലത്രേ. ദൈവാനുഭവം പ്രദാനം ചെയ്യുന്നത് അവിടുന്നാണ്. അതും അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് മാത്രം. ആദ്യ പ്രാവശ്യം അയാൾ ലൂർദിലെത്തിയപ്പോൾ അയാൾക്ക് ദൈവാനുഭവം ഉണ്ടായി. രണ്ടാം തവണ അവിടെ എത്തിയപ്പോൾ അയാൾക്ക് ദൈവാനുഭവം ഉണ്ടായില്ല. പക്ഷേ അന്ന് അയാളുടെ അകക്കണ്ണുകൾ തുറന്നു. അത് അയാളെ ഏറെ സന്തോഷചിത്തനാക്കുകയും ചെയ്തു. അനുഭൂതികളെക്കാളേറെ അവിടുത്തെ തിരുവിഷ്ടം അറിയാനും അനുസരിക്കാനുമുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമ്മെ തന്നെ സജ്ജരാക്കാം. വെളിച്ചം വിതറിയ വഴികൾ.